സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ 5:15 നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപ്പാരം തന്നു, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാണത്തില്ല ഗൈസ്. പിന്നെ ഗൈസ് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ അതാ പാലും ഇല്ല. പിന്നെ ഞാൻ ഓടിപ്പോയി പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഗൈസ് എൻ്റെ അമ്മയാണെങ്കിൽ അടുക്കളയ്ക്ക് കുറച്ച് മേക്കവറൊക്കെ കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അതാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ അടുക്കള വശത്തെ വാതിലങ്ങ് തുറക്കുക, നല്ല ഫ്രഷ് എയറൊക്കെ കൊള്ളാം. കണ്ടോ ഗൈസ്, ഇവരൊക്കെ നമ്മുടെ വിളിപ്പുറത്തെത്തുന്നത് കിച്ചുമോനാണ്. ഒരാളൂടെ ഉണ്ട്, കിട്ടുവിനെ കാണുന്നില്ല. കിട്ടു എന്തിയാ കിച്ചു? സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇനി എൻ്റെ ദൗത്യത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എൻ്റെതാണ് ചായ ഇടുന്നതിൻ്റെ. ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പാലൊക്കെ എടുത്ത് പൊട്ടിച്ച് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തു. ഗ്യാസിൽ പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഗൈസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാണാത്ത സമയത്ത് ഈ കള്ളപ്പാൽ നമ്മൾ കാണാതെ തിളയ്ക്കും ഗൈസ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ പാലിൻ്റെ അടുത്ത് നിൽക്കാൻ. നമ്മൾ എത്ര നോക്കുകയാണെന്നാലും നമ്മൾ ആ മാറുന്ന ഒരു തക്ക് നിന്ന് കയറി തിളയ്ക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ദൗത്യം നിറവേറ്റിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഗൈസ് തൻ്റെ അമ്മയുടെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ നമ്മളും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി അല്ലേ അമ്മേനെ തല്ലിക്കൊല്ലും. സോ നമ്മളിന്ന് ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് എന്തോ കേക്കാണ്, എന്തോ ബേക്കറിയിൽ നിന്ന് എങ്ങാണ്ട് അമ്മ വാങ്ങിച്ചുകൊണ്ടുവന്നാണ്. എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും ഗൈസ്. ഒന്നും കുറയ്ക്കാനില്ല, ചായയും കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചെടുത്ത് നോക്കാമെന്ന്. ഇന്നിപ്പം ഞാൻ അതെടുത്ത് നോക്കിയില്ല. പിന്നെ നാളെ ഏത് ഭാഷയാണെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റത്തില്ല ഗൈസ്. ദൈവം സഹായിച്ച് എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ അത്യാവശ്യമൊക്കെ എഴുതിയൊക്കെ നോക്കി. അപ്പം അത്രേ ഉള്ളൂ.